പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ അച്ചയൻസ് ഗോൾഡിന് 1 കോടിയിലേറെ പിഴയിട്ട് GST വകുപ്പ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് സ്വർണം വിൽക്കുന്നതിന്റെ മറവിൽ അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി GST വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. പഴയ സ്വർണം വാങ്ങി വിൽക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്നാണ് GST വിഭാഗം കണക്ക് പറയുന്നു. എല്ലാം വെറുതെയാണ്, പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ്. അത് അച്ചായൻ പറഞ്ഞ് ജയിപ്പിക്കുന്നതായിരിക്കും, അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ജയിപ്പിക്കുന്നതായിരിക്കാം. സഹിക്കുന്നത് അച്ചാനും ഇവരും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ അത്ര കൊടുത്തിട്ട് ബാക്കി അച്ചാന് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും എഗ്രിമെൻ്റ് ആയിരിക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ടോണി അച്ചായൻ്റെ മറുപടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുള്ളിയുടെ കഴിഞ്ഞ ദിവസമുള്ള പുതിയ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനിൽ ഓൺലൈൻ മീഡിയസിനെ പുള്ളി എന്നെ വിളിച്ച് വരുത്തിയിട്ടാണ് ഒരു ബൈറ്റ് കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ആൾക്കാർ പറയുന്നൊരു സാധനമുണ്ട്, ഇത് അച്ചായനല്ല ഇത് വിനയനാണെന്ന്. കാര്യം പുള്ളി ഭയങ്കര വിനയത്തോടു കൂടി തന്നെയാണല്ലോ എപ്പോഴും സംസാരിക്കുന്നത്. പക്ഷേ പുള്ളിനെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ വന്ന് പറയുന്നുണ്ട് പുള്ളി ശരിക്കും ഇങ്ങനെ തന്നെയാണ് നോർമലി സംസാരിക്കുന്നത്, ഇങ്ങനെ തന്നെയാണെന്നുള്ളതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്, പുള്ളി ഈ ഒരു വീട് അവർക്ക് വെച്ച് കൊടുത്തു എന്നൊരു സാധനം പറയുന്നു, പുള്ളിയാണ് കംപ്ലീറ്റ്ലി ചെയ്തതെന്ന് പറയുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇതേ ആളുകളുടെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് രജനീഷ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇവരെ കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണല്ലോ, നമ്മുടെ ടാക്സ് കൊണ്ടൊക്കെ തന്നെ അല്ലേ ഈ ലൈഫ് മിഷൻ പദ്ധതി ഈ കാര്യങ്ങളൊക്കെ റൺ ആവുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ രണ്ട് രീതിയിലൊരു കാര്യം കാണുമ്പോഴത്തേക്കിന് നമുക്കുണ്ടാകുന്ന സംശയങ്ങളുണ്ടാവും. അത് പബ്ലിക്കിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചോദ്യം ചെയ്യുക തന്നെയല്ലേ. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ചായൻ്റെ പല ചാരിറ്റി ചെയ്യുന്ന പല വീഡിയോസിനകത്തിലെയും പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ക്രിഞ്ചടിക്കാറുണ്ടെന്നുള്ള സാധനം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പുള്ളി ഇപ്പം പുള്ളിയുടെ ഒരു PR-ങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി, പുള്ളിയുടെ ബിസിനസ് വളർത്താൻ അങ്ങനത്തെ ഒക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ കൂടി പുള്ളി കാരണം മറ്റൊരാൾക്കൊരു സഹായം ഉണ്ടാവുന്നുണ്ടല്ലോ, അത് വളരെ നല്ലൊരു കാര്യം തന്നെ എന്ന് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അച്ചായൻ മഹാ അപരാധിയാണെന്നോ അല്ലെങ്കിൽ വലിയ എന്തോ തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെന്നോ എന്നൊന്നല്ല നമ്മളവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു വീഡിയോയ്ക്കകത്ത് അച്ചായൻ്റെ അല്ലെങ്കിൽ അച്ചായൻ എന്താണ് അവിടെ ചെയ്തത്, എന്താണ് അച്ചായൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയത്, എന്തുകൊണ്ട് ഏറിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നോക്കാം. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്, അച്ചായൻ ചെയ്ത് കൊടുത്തല്ലെന്ന് ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. സീക്രട്ട് ഏജന്റിനെ കുറിച്ചാണ് കേട്ടോ പുള്ളി ഇവിടെ പറയുന്നത്. കാര്യം സായിശേട്ടനാണല്ലോ ഫസ്റ്റ് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുള്ളിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അച്ചായൻ ഒരു കുറുമ്പനാണ് സുഹൃത്തുക്കളെ. കാര്യം കഴിഞ്ഞ ദിവസം സായിച്ചേട്ടൻ പുറത്തോട്ടേക്കുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് അച്ചായൻ അയച്ചേക്കുന്ന മെസ്സേജ് ആ ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അച്ചായൻ ആദ്യം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, കയ്യിൽ നിന്ന് പാളിപ്പോയിന്ന് മനസ്സിലായപ്പോഴത്തേക്കുന്നത് അച്ചായനല്ല അഡ്മിനാണ് സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി 40 കട ഞാൻ പണിതു, ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പം 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറ പണിത വീടുകളായിരിക്കാം. അപ്പൊ അവരെന്നോട് കരിഞ്ഞു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായിട്ട് അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ചായൻ ഈ ഒരു കാര്യം അന്നത്തെ ആ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിച്ചിരുന്നെങ്കിൽ, അതായത് തറ പണിതെട്ടേക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് പണിതെട്ടേക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നൊരു സാധനം അവിടെ അച്ചായൻ അവിടെ മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന പോലത്തുള്ള ഏറിപ്പോക്ക് ഉണ്ടാവില്ലായിരുന്നു. അന്ന് അച്ചായൻ അത് മെൻഷൻ ചെയ്യാതാവുകയും ഇത് ഞാനാണ് ഫുള്ളായിട്ട് ചെയ്ത് എന്നാൽ പറ്റുന്ന രീതിയിൽ മൊത്തത്തിൽ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു പുള്ളി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ മുഴുവനായിട്ട് ഞാനാണ് ചെയ്തതെന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് തൊട്ടിപ്പുറത്തെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നു എന്നൊരു സാധനം കൂടെ ഇരിക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വരുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് അതിന്റെ ക്ലാരിറ്റി. ഇത് അന്നത് പുള്ളി അങ്ങനെ സംസാരിച്ചതെങ്കിൽ ഒരു പക്ഷേ ഇന്നിങ്ങനെ പുള്ളി ഏറിപ്പോകേണ്ട ഒരു ആവശ്യകത വരില്ലായിരുന്നു. ഇനി ആ കുടുംബത്തെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം മീഡിയാസിന്റെ അടുത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ നമുക്ക് കേൾക്കാം. ഇത്രയും സഹായം ചെയ്തിട്ടും ആ വീട്ടുകാർ അച്ഛനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതിന് അച്ഛന് സങ്കടമുണ്ടോ? എനിക്ക് സങ്കടമില്ല, പക്ഷെ ഞാൻ സ്വന്തം അച്ഛനെ അമ്മയും പോലെ കരുതിയാണല്ലോ നമ്മൾ ഓരോ വീടുകൾ പണിത് കൊടുക്കുന്നത്. പക്ഷെ അവരങ്ങനെ പറയാതിരുന്നപ്പോൾ എനിക്കൊരു വിഷമമായി. എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ ഇനിയെങ്കിലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാ പറയാ, നിങ്ങൾ അവരൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹം. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെന്നെ കുറിച്ച് ഒരു വാക്ക്, കാരണം നിങ്ങൾക്കറിയാലോ ആത്മാർത്ഥമായിട്ട് നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിത് കൊടുത്തത്, പക്ഷെ അവരെന്നെ കുറിച്ച് ഒരു വാക്ക് പറയാത്ത എനിക്ക് വിഷമം തന്നെയുണ്ടോ ഉള്ളത് പറയാം. അതൊന്നും സാരമില്ല, ഇനി നമുക്ക് ചെയ്യാം അല്ലെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സങ്കടമൊന്നും ഇല്ല, പക്ഷെ ചെറിയൊരു വിഷമം എന്നുള്ളതാണ് പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്നത്. ആക്ച്വലി സങ്കടവും വിഷമം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ പുള്ളി അന്ന് അവിടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് അത് സംസാരിച്ചിരുന്നെങ്കിൽ, ഈ ഒരു ക്ലാരിറ്റി കൊടുത്തായിരുന്നെങ്കിൽ തന്നെ ഈ പറയുന്ന ഏറിപ്പോക്ക് എന്തായാലും ഉണ്ടാവില്ല. എന്താണെങ്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇതേ വ്യക്തി തന്നെ ഇവരൊന്നും വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇതേ വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസം ആ ആളുകളുടെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ.
40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്കും തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം തന്നെ പറയും. ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1.5 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛന് ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അവരോട് ഫോട്ടോയും കൂടെ അവരോട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഇല്ലാതെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു PRന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റൊരാൾക്കൊരു സഹായം കിട്ടുന്നുണ്ടല്ലോ, അത് നല്ലൊരു കാര്യം എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഇവിടെ ബാക്കിയുള്ളവർ റീച്ചിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഷിംജിത കേസൊക്കെ അറിയില്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാലത്ത് മറ്റൊരാൾക്ക് സഹായം ചെയ്തുകൊണ്ട് ഇങ്ങനൊരു നല്ലൊരു ഇമേജ് നിർത്താനൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ. പക്ഷേ നിങ്ങൾ തൊട്ടപ്പുറത്ത് ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു ക്ലാരിറ്റി കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏറിപ്പൊക്കെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നത് അന്നത്തെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടൊരു വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞുള്ള രജനീഷേൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ അത് പറഞ്ഞു അച്ചായൻ്റെ കാര്യം മെൻഷൻ ചെയ്തിരുന്നു. എന്നാൽ ആ ഭാഗം കട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ് ഇവിടെ അച്ഛൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കട്ട് ചെയ്ത് പോയി എന്നുള്ള. അങ്ങനെയെങ്കിൽ ആ കട്ട് ചെയ്ത് പോയേക്കുന്ന ഭാഗം അതിന്റെ പൂർണ്ണമായിട്ടൊരു രൂപം രജനീഷ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് അത് പുറത്തോട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതിനൊരു ക്ലാരിറ്റി എന്താണെങ്കിലും കിട്ടിയത്. ഇല്ലെങ്കിൽ അച്ചായൻ വീണ്ടും കള്ളം പറയാണെന്ന് ആൾക്കാർ വിചാരിക്കും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും അച്ചായൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ കള്ളം എന്ന് പറഞ്ഞത് ഈ വീട്ടുകാർ അവരുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ സഹായം ചെയ്തില്ല എന്നുള്ളതല്ല. എന്നാണെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപയോളം കൊടുത്ത് സഹായിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇത് അന്ന് ആ ഒരു വീഡിയോയ്ക്കകത്ത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ ഒരു തറ കെട്ടി കൊടുത്തതാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനാണ് ചെയ്തു കൊടുത്തത് എന്നൊരു സാധനമായിട്ട് നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിപ്പം വലിയ നീക്കുപോക്കൊക്കെ ഉണ്ടാകാൻ വെച്ചിട്ട് ഭയങ്കര ലാഗാണ്, താമസമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പോയി സഹായം ചെയ്ത് അങ്ങനെ ഒരു സാധനം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് ഒരു നല്ല ഇമേജ് ആണെങ്കിൽ ആ ഒരു ഗവൺമെന്റിന്റെ ഒരു ലാഗ് ആ ഒരു കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്കൊരു ഹീറോ പരിവേഷം കിട്ടും. ഇപ്പോൾ ഉള്ള നല്ല ഇമേജിനെക്കാട്ടി കൂടുതൽ ഒരു ഹീറോ പരിവേഷം കിട്ടും. പക്ഷെ നിങ്ങൾ പിന്നീട് ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും കമന്റ് ബോക്സ് തന്നെ ആൾക്കാർ പറയുന്നത് പണക്കാർക്കിടയിൽ അലിഞ്ചസ് വരെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത് അങ്ങോട്ട് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നതിൻ്റെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മീഡിയാസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, അതോടൊന്ന് കേൾക്കാം. പിന്നെ 40 ഷോപ്പുകൾ തുറന്ന് നിങ്ങൾക്കറിയാം, എനിക്ക് ശത്രുക്കള് ജുവലർക്കാരുണ്ട്. എന്റെ ഓപ്പോസിറ്റുള്ള ജുവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം. എനിക്കത് സാരമില്ല, ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനി കുറെ പേർക്ക് കിട്ടാൻ അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്, അത് നിർത്താതിരിക്കാം. അതെനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിനോ ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട്. അവരോട് വന്ന് അവിടെ വന്ന് ഫ്രീ ആയിട്ട് കഴിച്ചോളാൻ പറ ഈ യൂട്യൂബേഴ്സിനോട്. എന്നെ വെച്ച് റീച്ചാക്കുന്നവര് എന്തിനാ എന്നെ വെച്ച് റീച്ചാക്കി? ഈ പാവങ്ങൾ കൂടെ കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഞാൻ ആഹാരം മാറ്റിവെക്കും. 400 പേർക്കുള്ള അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡും കൂടെ അവർക്ക് മാറ്റിവെക്കും. അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സിന് കഴിച്ചിട്ട് പോകും. അല്ലെ, അതല്ലേ നല്ലത്? അവർ എന്നെ വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിര് നിൽക്കാതിരിക്കാം. ഈ ജൂനിയർക്കാരാണ്, ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്, അത് സത്യം. പക്ഷെ എന്തിനാണ് ഇവർക്കൊക്കെ കിട്ടുന്നവരില്ലാതാണ്? പിന്നെ 2-3 വീട് തറകളും കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത്. ഇവിടെ അച്ചായൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ PRന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു മാർഗമാണ്, മാർക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കൂല. കാര്യം ഈ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്, അങ്ങനെയൊക്കെ ഒരു ചൊല്ലൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ.
അപ്പം അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഉള്ള ആ ഒരു മാർക്കറ്റ് ചെയ്യുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്കൊരു സൈഡിലുണ്ട്. എങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ട് തന്നെ കാണുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ നിങ്ങളിവിടെ പറയുന്നുണ്ടല്ലോ, ബാക്കിയുള്ള ജ്വല്ലറിക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തിൻ്റെ ആവശ്യമാണ് ബാക്കിയുള്ള ഏതെങ്കിലും ജ്വല്ലറിക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട്? ഇപ്പം സീക്രട്ടായൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സായിച്ചേട്ടൻ തന്നെ വീഡിയോക്കകത്ത് ഒരു സാധനം നിങ്ങൾക്കുള്ള മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ 10-28 ലക്ഷം രൂപയോളം പുള്ളിക്ക് കിട്ടിയത് പുള്ളി തന്നെ റിവീൽ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളെ പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ വില കുറഞ്ഞത് ഒരു 19 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണ്ടേ? കാര്യം പുള്ളിക്ക് ഓർഗാനിക്കായിട്ട് ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്കിനും പർച്ചേസ് ഇത്രയും വലിയൊരു എമൗണ്ട് ചെയ്താൽ മാത്രമേ, എന്നാലും അത് നഷ്ടമായിട്ട് പുള്ളിക്ക് വിചാരിക്കും. കാര്യം പുള്ളിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ. അപ്പം അങ്ങനെ ആ ഒരു കാര്യം പറയുന്നത് എന്താ പറയുക, ഒരു മുട്ടാപ്പോക്ക് ന്യായം എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അച്ചായനെ വിറ്റ് ഇതുപോലെ കഞ്ഞി കുടിക്കുന്ന എന്നൊരു സാധനം പറയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടിയിട്ട് പാവങ്ങളെ വെച്ചുകൊണ്ട് കുറേ ആൾക്കാർക്ക് നിങ്ങൾ നല്ല ചെയ്യുന്നുണ്ടില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. പക്ഷെ അതിനകത്ത് കുറച്ച് സ്ക്രിപ്റ്റും എനിക്കാണെങ്കിൽ പല സാധനങ്ങളിൽ ക്രിഞ്ച് അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ടാക്സ് അടയ്ക്കും, നമ്മളൊരു ഇന്ത്യൻ പൗരനാണ്, നമ്മൾ ടാക്സ് അടയ്ക്കുന്നതാണ്. ആ പൈസയ്ക്ക് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി അതൊക്കെ നടക്കുന്ന തന്നെ നമ്മൾ ഈ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ പൈസ കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കിന് അച്ചായൻ പൂർണ്ണമായിട്ട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നത്, എന്നാൽ തൊട്ടിപ്പുറത്തെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സാധനമൊക്കെ അതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മ വരുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യും. ഓക്കെ, അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ജ്വല്ലറിക്കാർ എന്തെങ്കിലും മുമ്പ് പണി കൊടുത്താണ് എന്താണെന്നുള്ളത് അറിയത്തില്ല. പണ്ട് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പുള്ളിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ബിസിനസിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ അച്ചായൻസ് ഗോൾഡിന് 1 കോടിയിലേറെ പിഴയിട്ട് GST വകുപ്പ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് സ്വർണം വിൽക്കുന്നതിന്റെ മറവിൽ അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി GST വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. പഴയ സ്വർണം വാങ്ങി വിൽക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്നാണ് GST വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 1 കോടിയിലേറെ രൂപയാണ് അച്ചായൻസ് ഗോൾഡിന്റെ നികുതി വെട്ടിപ്പ്. കണക്കിൽപ്പെടാത്ത പണവും സ്വർണവും GST വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു. കോട്ടയത്തെ പ്രമുഖ ജ്വല്ലറി സ്ഥാപനമാണ് അച്ചായൻസ് ഗോൾഡ്. മറ്റ് ജില്ലകളിലും ഷോറൂമുകളുണ്ട്. അയർക്കുന്നം കുടകശ്ശേരിയിൽ ടോണി വർക്കിച്ചനാണ് ജ്വല്ലറിയുടെ ഉടമ. വലിയ രീതിയിൽ പരസ്യം നൽകിയും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ടോണി. മുൻപ് വാഹനത്തിന്റെ ഇഷ്ട നമ്പറിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയും ടോണി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കൂടാതെ വിവാദ വിഷയങ്ങളിൽ തന്റേതായ ഇടപെടൽ നടത്തിയും വാർത്തകളിൽ ഇടം പിടിക്കാനും ശ്രമിച്ചിരുന്നു. ഈ ടാക്സ് തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പറയുന്ന ഈ ഒരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ പുള്ളി ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും ഒരു കായംകുളം കൊച്ചിണ്ണി ആ ഒരു പരിവേഷമായിരിക്കുമല്ലോ പുള്ളിക്ക് കിട്ടുക. കാര്യം ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവനെ കൊണ്ട് കൊടുക്കുന്നു, അതുപോലത്തെ ഒരു പരിപാടി. അതായത് ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് ഇപ്പുറത്തോട്ട് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം, അത് പുള്ളിക്ക് ഒരു ഹീറോ പരിവേഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് ഒരു തറ മാത്രമേ കെട്ടിക്കെടുത്തിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ ചെയ്തത് ഞാനാണ്, അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ഹീറോ പരിവേഷം നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്നാൽ ഇപ്പം കായംകുളം കൊച്ചിന് ആ ഒരു രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂസിന്റെ കമന്റ് ബോക്സിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇപ്പം ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ കായംകുളം കൊച്ചിന് ഒരിക്കലും ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പബ്ലിസിറ്റി ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പബ്ലിസിറ്റി ആവശ്യമാണ്. നിങ്ങളുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ബിസിനസ്സിന് അതൊക്കെ വളരെ ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തേക്കുന്ന ആ ഒരു മാർഗം ഒരിക്കലും തെറ്റല്ല, മറ്റൊരാൾക്ക് സഹായം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. എന്നാൽ ഇതിനകത്ത് നിങ്ങളെ കബളിപ്പിച്ചതാണോ, നിങ്ങൾക്ക് ഒരു അമളി പറ്റിപ്പോയതാണോ എന്നറിയില്ല, നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള അഡ്മിൻ തന്നെ പറ്റിക്കുന്നതാണോ എന്നറിയത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ചില ചാരിറ്റി വീഡിയോസിൽ അതിൻ്റെ യാഥാർത്ഥ്യം അത് അങ്ങനെയല്ലെന്നും, പിന്നെ നിങ്ങൾ ഫണ്ട് പല ആളുകളുടെ നിന്ന് വാങ്ങിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും മീഡിയസിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. വിഷമമൊന്നുമില്ലല്ലോ, നമ്മള് ആത്മാർത്ഥമായിട്ടല്ലേ ചെയ്തു. ഞാൻ ഒരു കള്ളത്തരം ചെയ്തു. എന്റെ പുറകെ എന്തുമാത്രം മീഡിയാസ്, എന്തുമാത്രം ക്യാമറ എന്റെ പുറകെ വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഉറപ്പായിട്ടും വരും അല്ലേ. ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എവിടെ നിന്നാണ് ഫണ്ട്, എങ്ങനെയാണ് ഫണ്ടിന്റെ ഉറവിടം അല്ലെ, എവിടെ നിന്നെങ്കിലും ഫണ്ട് വരുന്നുണ്ടോ, ഇതെല്ലാവരും അന്വേഷിക്കും. ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഇതുവരെ ഒരു ഫണ്ട് ആരുടെ നിന്നും വരുത്തിയിട്ടില്ല. ഇന്ന് വരെ എനിക്ക് തോന്നുന്ന ഒരു ഫണ്ട് ഞാൻ ഒരു മനുഷ്യനോട് ഈ നിമിഷം വരെ ഞാൻ മേടിച്ചിട്ട്, അത് നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കും. പുള്ളി ഇവിടെ ആരെങ്കിലും ഒരു ഫണ്ട് മനസ്സിലായി 100% വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി അഥവാ എന്തെങ്കിലും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. കാര്യം ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഇവിടെ പുള്ളി പൂർണ്ണമായിട്ട് ഇങ്ങനെ ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നാളെ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ഫണ്ട് വാങ്ങിച്ചില്ല, അത് ചെയ്യാനുള്ള രീതിയിൽ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ ഏറി കയറും. അത് അങ്ങനെ ഒരു സാഹചര്യമാണ്. പിന്നെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വാങ്ങിച്ചാലും ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ടൊരു സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സായി ചേട്ടൻ ഒരാളും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയ ഒരു 13 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവിതം നമ്മൾ അറിയണം, പ്ലാസ്റ്റിക് കൊണ്ട് മേൽക്കൂര കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ദുരിതമാണ് പറയുന്നത്. അപ്പം
കുടുംബത്തിനൊപ്പമാണ് എൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഞാൻ പങ്കിട്ടത്. പെൺകുട്ടിക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകി നമ്മൾ ചേർത്ത് പിടിക്കണം ഇവരെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിക്ക് ക്രിസ്മസ് സമ്മാനമായി 5 ലക്ഷം രൂപ നൽകി. ഹായ് സാൻഡോ, പ്ലീസ് ലെറ്റ് us know how can we help എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു മെസ്സേജാണ് ഇത്. ഫേസ്ബുക്കിൽ എന്തോ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. അപ്പം ഇതേ വ്യക്തിയുടെ തന്നെ ഒരു വോയിസോടെ സഹായിച്ചിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കണ്ടല്ലേ, ഹായ് സാൻഡോ പ്ലീസ് ലെറ്റ് us know how we can help you എന്ന് പറയുമ്പോൾ നമ്മളൊരു തംസപ്പ് അടിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഗോൾ വരും. അപ്പം തന്നെ കോൾ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ പല ആളുകളുടെ അടുത്തും ഇതുപോലെ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് വാങ്ങിച്ച് ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇങ്ങനെ സഹിച്ചേണ്ട വീഡിയോക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനൊരു സാധനം സപ്പോസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാന്നൊരു കള്ളമാണ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഇത് വീണ്ടും ഏറി കേടാനുള്ളൊരു കാരണമാവും. ഇപ്പം വലിയൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയുടെ അത് തറകെട്ടി കൊടുത്തുന്നൊരു സാധനം പറയാതെ ഇത് മുഴുവനായിട്ടും ചെയ്തത് ഞാനാണെന്നുള്ളതിൽ പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായേക്കുന്ന ഒരു അബദ്ധം. ഇനി പുള്ളി ചെയ്തേക്കുന്ന മറ്റൊരു ചാരിറ്റി വീഡിയോ ഉണ്ട്. അതിനകത്തിലെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പുള്ളി പ്രോപ്പറായിട്ടുള്ള ഒരാൾക്കല്ല കൊടുത്തേക്കുന്നത് എന്നുള്ള രീതിയിൽ. അതിന് ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇങ്ങനെ ഇവിടെ വിൽക്കുന്ന എങ്ങനെയാ? കൊടയുണ്ടായിരുന്നു, കൊടയെല്ലാം പോയി. കൊടുത്തോണ്ട കാശ് കൊണ്ട് തരും കേട്ടോ. നമുക്ക് പോവാം അങ്ങോട്ട്. ആ, ഞാൻ കാണാൻ വന്നാ. താൻ പമ്പിൽ ജോലി ചെയ്യാമെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? അതിന്റെ അമ്മയ്ക്ക് അറിയാൻ വിടത്തില്ല. ഞാൻ അറിഞ്ഞില്ല പമ്പി വന്ന വീട്. ഈ മോനാണ് മേലാത്ത അല്ലേ? ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ 3 പേർക്കും ക്യാൻസർ ആണ്. അമ്മയ്ക്ക് ക്യാൻസർ, ഹസ്ബൻഡ് മരിച്ചുപോയി, മോന് ക്യാൻസർ ആണ്. ഇതെന്താ വെള്ളം മാത്രം? അതെന്താ? ചോറ് വിറ്റിട്ട് എന്റെ പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു. ചോറ് വിറ്റിട്ട് ആ കാശ് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും മേടിക്കാൻ. ഇവർക്ക് എന്തെങ്കിലും എന്നാ പറയാ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഒരു ചിക്കൻ അല്ലെ മീൻ കൂട്ടി കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? പറ, എത്ര ആളായി കഴിച്ചിട്ട്? ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറ്റിത്തരാന്ന് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ മേടിച്ച് എന്നെ കൊണ്ട് ഇസാബിന്റെ ബാങ്ക് അക്കൗണ്ടും കൂടി ചേച്ചു. അയാൾ തന്നെ ATM കാർഡും ഫോൺ നമ്പറും എല്ലാം അയാൾ കൊണ്ടുപോയി. എന്നിട്ട് 5 പൈസ പോലും ഞങ്ങൾക്ക് തന്നില്ല. നാട്ടുകാരുടെ കാശ് കണ്ടിട്ട് ചാരിറ്റിക്ക് ഇറങ്ങില്ലേ? അത് തെറ്റാണ്. സ്വന്തം കയ്യിൽ നിന്ന് ഇറക്കി ചെയ്യുക. ആണാണെങ്കിൽ നാണമില്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ ആരെയും പറ്റിക്കാതിരിക്കുക. ഇതുപോലെയുള്ള പാവങ്ങളെ വെച്ച് എന്തിന് നിങ്ങളുടെ കുടുംബം നിങ്ങളത് അനുഭവിക്കില്ല. സത്യം. ഇത് പിടിക്കുക, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. അച്ചാനുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് വരെ. ബൈ ബൈ അച്ചായൻ സ്കൂൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി. ഈ ചാറ്റ് ചെയ്ത എല്ലാ വീഡിയോക്കകത്ത് ഒരു BGM ഉണ്ട്. അതുകൂടെ നിങ്ങളുടെ ആലോചിക്കണം കേട്ടോ. വെറുതെ ഒരു വീഡിയോ മാത്രമല്ല, അപ്പം കൃത്യമായിട്ടുള്ളൊരു PR ആ ഒരു മാർക്കറ്റിംഗ് പരിപാടി അതിനകത്ത് ഉണ്ട്. തെറ്റായിട്ട് പറയുന്നില്ല, നല്ല കാര്യം തന്നെ. ബാക്കിയുള്ള ആൾക്കാർക്ക് സഹായം ഉണ്ടാകുന്നുണ്ടല്ലോ. പക്ഷേ ഇതിനകത്ത് ഈ ചെയ്തേക്കുന്ന വീഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ സായിച്ചേട്ടൻ അയച്ചേക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം. സൈബർ മെസ്സേജ് അയച്ചതേ ഞാനിപ്പോൾ അയച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇല്ല അച്ഛൻ്റെ. അതൊരു 2-3 മാസം മുന്നേ കണ്ട പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു റിലേറ്റീവ്സാണ്. പക്ഷെ അവരൊക്കെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസറൊന്നും ഇല്ലായിരുന്നു. അവർ ജസ്റ്റ് ഒരു രാവിലെ നിന്ന് ശ്വാസം മുട്ടലും കണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അറ്റാക്ക് വന്നങ്ങാണ്ട് മരിക്കുകയായിരുന്നു. രാവിലെ കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ മരിച്ചു. ആ ഒരു ഗ്യാപ്പുള്ളൂ, അല്ലാതെ ക്യാൻസർ ഒന്നും കിടന്നിട്ടൊന്നുമില്ല. അപ്പുറം നിൽക്കുന്നത് മൊത്തം കള്ളത്തിലാണ്. പിന്നെ അവർക്ക് കടം താങ്ങാൻ പറ്റാതെ അവരുടെ മൂത്ത മകൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ബന്ധു വീട്ടിലാണെന്ന് പറയുന്നു. അതും പറയുന്ന കള്ളത്തിലാണ്. കാരണം ആ വീഡിയോ വന്നിരിക്കുന്ന സമയത്തും അതിന് 1-2 മാസം മുന്നേ ആണ് ആ പയ്യൻ ഗൾഫിൽ പോകുന്നത്. അവൻ ദുബായിലാണ് ഇപ്പോൾ ഇപ്പോഴും ദുബായിൽ തന്നെ ജോലി ചെയ്യുന്നത്. അവന് അതിന് ശേഷം 2 ആമ്പിളാരുണ്ട് എൻ്റെ താഴെ. അതിലൊരാൾ പമ്പിൽ നിൽക്കുന്ന കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നു. അതെല്ലാം വെറുതെയാണ്. പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ്. അത് അച്ചായൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഞാൻ മെയിനായിട്ട് ഇത് അയക്കാൻ കാര്യം, ഞാൻ മെസ്സേജ് അയക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാം ഈ വീഡിയോയുടെ എല്ലാം താഴെ ഫസ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നൊരു കമൻറ്റ് അതിനകത്ത് കിടപ്പുണ്ട്. ഇതിലേക്ക് വീണ്ടും ആളുകൾ പൈസ അയച്ചുകൊണ്ടിരിക്കുക വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ആ പൈസ അയക്കുന്നത് അച്ചാനും ഇവരും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ അത്ര കൊടുത്തിട്ട് ബാക്കി അച്ചാനും കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും എഗ്രിമെൻ്റ് ആയിരിക്കാം. അപ്പോൾ ആ വീഡിയോയ്ക്ക് പലരും അവർക്ക് പൈസ അയക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് സൈന്ന് കണ്ടു നോക്ക്. ചിലപ്പോൾ അച്ചായനെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു അമളി പറ്റി പോയതായിരിക്കാം. ഇതുപോലെ ഇങ്ങനൊരു കുടുംബം ഉണ്ട് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ
ഈ വോയിസിനകത്ത് പറഞ്ഞതുപോലെ അവൻ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ പല സാധനങ്ങൾ വരുമ്പോഴത്തേക്കിന്, അതായത് ഇപ്പം ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയേക്കുന്ന അല്ലെങ്കിൽ വീടിന് തറ കെട്ടി കൊടുത്തു, എന്നിട്ട് നിങ്ങൾ ആണ് മൊത്തത്തിൽ അത് ചെയ്തേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും വീട് കെട്ടിക്കൊടുത്തിട്ട് 31ാമത്തെ വീട്, ഒരു 1-2 വീട് മാത്രം ഞാൻ ഇതുപോലെ തട്ടിപ്പ് കാണിക്കുള്ളൂ. ഒരിക്കലും ഇല്ല, അങ്ങനെ വിചാരിക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ ഒരു സംഭവം വന്നു. ആ ക്ലാരിറ്റി ഇല്ലായ്മ എന്തിന് ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ഇന്ത്യൻ പൗരന്മാരാണ്. അപ്പോൾ നമ്മളടയ്ക്കുന്ന ടാക്സ് കൊണ്ടല്ലേ ഇത് പരിപാടികളൊക്കെ, ഈ ലൈഫ് മിഷൻ പദ്ധതി ഈ നാട്ടിൽ ഇത് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അവർ ആ കുടുംബം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ട് ശേഷം കട്ട് ചെയ്ത് പോയതാണോ അറിയില്ല. പിന്നീട് അൽഫുഡി സൂരജ് അവരെ സഹായിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നുണ്ട്. പുള്ളി അവിടെ പോയി സഹായിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനെപ്പറ്റിയിട്ട് അവർ ഇങ്ങനെ സംസാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ഏറിപ്പോകാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് തുടർന്നീളം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ മീഡിയാസിൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ ഇതാണ് സത്യാവസ്ഥ എന്നുള്ള പറഞ്ഞല്ലോ, അത് അന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു ഏറി കയറേണ്ടുന്ന ഒരു ആവശ്യകത എന്തായാലും ഉണ്ടാവില്ലായിരുന്നു. ഇത്ര മാത്രമേ എന്തായാലും പറയാനുള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.